നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പെരുമ്പിലാവിൽ റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന കൊലപാതക കേസിൽ മുഖ്യ സൂത്രധാരൻ ലിഷോയ് പോലീസിന്റെ പിടിയിൽ. ഇതോടെ കേസുമായി ബന്ധപ്പെട്ട 4 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തിരിപ്പാല മുക്കുപണ്ട പണയ തട്ടിപ്പ് കേസിൽ ബാങ്ക് ജീവനക്കാരനും പ്രാദേശിക CPIM നേതാവുമടക്കം 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ഒളിവിലായിരുന്ന 7 പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ എലപ്പുള്ളി ബ്രൂവറിക്കെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മത് നടത്തുന്ന 100 ദിന ഉപവാസ സമരം ആരംഭിച്ചു. നിരവധി കേസുകൾ നേരിടുന്ന കമ്പനിക്ക് അനുമതി നൽകിയത് അഴിമതിയാണെന്നും മാജേഷ് മാത്യു. കുളപ്പുള്ളിയിൽ ചെറുകിട വ്യാപാരി CITUവിന്റെ അനാവശ്യ സമരം മൂലം അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ. കോടതി വിധി വ്യാപാരിക്ക് അനുകൂലമായിട്ടും അത് നടപ്പിലാക്കാൻ വ്യാപാരിയെ അനുവദിക്കാത്തത് കോടതി ലംഘനമാണെന്നും വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിൽ വ്യവസായം വളരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഇടതുപക്ഷവും മാർക്സിസ്റ്റ് പാർട്ടിയുമാണെന്നും വേണുഗോപാൽ ആരോപിച്ചു. വാണിയംകുളം കോതകൃഷി റോഡിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പത്തംകുളം സ്വദേശി 32 വയസ്സുള്ള രഞ്ജിത്ത്. അപകടം ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ. വാർത്തകൾ വിശദമായി. തൃശൂർ പെരുമ്പിലാവിൽ റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന കൊലപാതക കേസിൽ മുഖ്യപ്രതി ലിഷോയ് പിടിയിൽ. കൊലപാതക ശേഷം വീടിനടുത്ത കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന പ്രതിയെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രദേശത്തുണ്ടായിരുന്ന പോലീസ് കൈയോടെ പിടികൂടുകയായിരുന്നു. ഇതോടെ ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പേർ പോലീസിന്റെ പിടിയിലായി. റീൽസ് ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കവും സംശയവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കുന്നംകുളം പെരുമ്പിലാവ് ആൽത്തറ 4 സെന്റ് കോളനിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു കൊലപാതകം. മരത്തംകോട് സ്വദേശി അക്ഷയ് കൂത്തനാണ് കൊല്ലപ്പെട്ടത്. ലിഷോയ്, സുഹൃത്ത് ബാദുഷ എന്നിവരും ഇവരുടെ കൂട്ടാളികളായ നിഖിൽ, ആകാശ് എന്നിവരും ചേർന്നാണ് കൊലപാതകം നടത്തിയത്. കൊല്ലപ്പെട്ട അക്ഷയും പ്രതികളും ഒരേ സംഘത്തിൽപ്പെട്ടവരായിരുന്നു. ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട് ലിഷോയും സംഘവും ചിത്രീകരിച്ച റീൽസിനെ തുടർന്ന് ഇവർ തന്റെ സംഘത്തിൽ നിന്നും മാറിയോ എന്ന സംശയത്തെ തുടർന്നാണ് അക്ഷയ് ലിഷോയുടെ വീട്ടിലേക്ക് എത്തിയത്. പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ദേഹമാസകലം വെട്ടേറ്റ അക്ഷയ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അക്ഷയുടെ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ മാറ്റിയിരുന്നു. അക്രമത്തിനിടെ സംഘത്തിലെ ബാദുഷയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊല്ലപ്പെട്ട അക്ഷയ് കൂത്തനും പ്രതികളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പത്തിരിപ്പാല സഹകരണ അർബൻ ബാങ്കിൽ മുക്കുപണ്ട പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ ബാങ്ക് ജീവനക്കാരനും CPIM പ്രാദേശിക നേതാവുമടക്കം 7 പേർ അറസ്റ്റിൽ. ബാങ്ക് ശാഖയിൽ നിന്നും 45,50,000 രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. പിടിയിലായത് ഒളിവിലായിരുന്ന 7 പ്രതികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ. ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റ് വെള്ളിനേഴി മോഹൻ സദനിൽ 55 വയസ്സുള്ള മോഹനകൃഷ്ണൻ, സഹോദരിയും കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ തേങ്കുറിശി മഞ്ഞളൂർ ഇളമണ്ണം വാര്യത്ത് 60 വയസ്സുള്ള ലക്ഷ്മി ദേവി, ഇവരുടെ ഭർത്താവും CPM തേങ്കുറിശി ലോക്കൽ കമ്മിറ്റി അംഗവുമായ 64 വയസ്സുള്ള KV വാസുദേവൻ, 35 വയസ്സുള്ള മകൻ വിവേകിന്റെ ഭാര്യ 30 വയസ്സുള്ള ശരണ്യ മോഹൻ, കൊല്ലം അമ്പലനിരപ്പ് കൊച്ചുമുകളിൽ വീട്ടിൽ 34 വയസ്സുള്ള ഹരിലാൽ, തിരുവനന്തപുരം വട്ടവിള പത്മവിലാസം പുത്തൻ വീട്ടിൽ 33 വയസ്സുള്ള അരവിന്ദ് ത്യാഗരാജൻ എന്നിവരാണ് അറസ്റ്റിലായത്. പത്തിരിപ്പാല ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് 45,50,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിലാണ് അറസ്റ്റ്. വിവേകാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. വിവേക് നടത്തിയിരുന്ന വ്യവസായം തകർന്നതിനെ തുടർന്ന് നഷ്ടം നികത്താനാണ് ബാങ്ക് ഉദ്യോഗസ്ഥനായ മോഹനകൃഷ്ണനുമായി ചേർന്ന് തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസിന് പ്രാഥമികമായി ലഭിച്ച മൊഴി. വിവേകിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളായ ഹരിലാലും അരവിന്ദും ത്യാഗരാജനും ഇതിന് കൂട്ടുനിന്നു. കഴിഞ്ഞ 20 ദിവസമായി 7 പേരും ഒളിവിലായിരുന്നു. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 7 പേരും പിടിയിലാകുന്നത്. ഹരിലാൽ, അരവിന്ദ് എന്നിവരെ തിരുവനന്തപുരത്ത് നിന്നുമാണ് പിടികൂടിയത്. ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് മറ്റുള്ളവർ തിരുപ്പൂരിലുണ്ടെന്ന വിവരം ലഭിച്ചത്. തുടർന്ന് SI M സുനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരുപ്പൂരിലെത്തി മോഹനകൃഷ്ണനടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കഴിഞ്ഞ 2024 ജൂൺ മുതൽ 2025 ഫെബ്രുവരി വരെയുള്ള കാലയളവിലായിരുന്നു തട്ടിപ്പ് നടത്തിയത്. സംശയം തോന്നിയതിനെ തുടർന്ന് ബാങ്ക് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തുവന്നത്. ആദ്യഘട്ടത്തിൽ 21 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത്. തുടർന്ന് ബാങ്ക് മാനേജർ പരാതി നൽകുകയും പോലീസിന്റെ വിശദമായ പരിശോധനയിൽ 18,50,000 രൂപയുടെ തട്ടിപ്പ് കൂടി കണ്ടെത്തുകയായിരുന്നു.
മോഹനകൃഷ്ണനെ ബാങ്ക് സസ്പെൻഡ് ചെയ്യുകയും സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടികളിലേക്കടക്കം കടക്കുകയും ചെയ്തിരുന്നു. ASP അച്യുത് അശോക്, SI M സുനിൽ, ASI ശശികുമാർ, K ജയരാജൻ, ഹർഷാദ്, രാജീവ് എന്നിവരടങ്ങിയ സംഘമാണ് 7 പേരെയും പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. എലപ്പുള്ളി ബ്രൂവറിക്കെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജീഷ് മാത്യു നടത്തുന്ന 100 ദിന ഉപവാസം ആരംഭിച്ചു. നിരവധി കേസുകൾ നേരിടുന്ന കമ്പനിക്ക് അനുമതി നൽകിയത് അഴിമതിയാണെന്നും ആരോപണം. ജലപഠന ഗവേഷണ കേന്ദ്രങ്ങൾ റെഡ് സോണായി പ്രഖ്യാപിച്ച എലപ്പുള്ളിയിലെ ബ്രൂവറി സ്ഥാപനത്തിന് സ്വാർത്ഥ താൽപര്യവും അഴിമതിയും ലക്ഷ്യം വെച്ചാണ് തണ്ണീർത്തട സംരക്ഷണ നിയമം, വ്യവസായ നിയമം, ഭൂമി കൈമാറ്റ തരം മാറ്റൽ നിയമങ്ങൾ, ജലവിതരണ നിയമം ഉൾപ്പെടെ എല്ലാം ലംഘിച്ചുകൊണ്ട് അനുമതി നൽകിയിരിക്കുന്നത്. വർഷകാലത്ത് പോലും കുടിവെള്ളം കിട്ടാക്കനിയായ എലപ്പുള്ളിയിൽ കൃഷിയെയും കർഷകനെയും പാരിസ്ഥിതിക ആഘാതത്തെയും പരിഗണിക്കാതെയാണ് ബ്രൂവറിക്ക് അനുമതി നൽകിയത്. നിരവധി കേസുകൾ നേരിടുന്ന കമ്പനിക്ക് അനുമതി നൽകിയത് അഴിമതിക്കായാണ്. ബ്രൂവറി സ്ഥാപിക്കുന്നതിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് കർഷക കോൺഗ്രസ് 100 ദിന ഉപവാസ സമരം ആരംഭിച്ചത്. കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനകൾ പിന്തുണയുമായി സമരപന്തലിലെത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളിയിലെ CITU തൊഴിലാളികളുടെ ഭീഷണി നേരിടുന്ന ചെറുകിട വ്യാപാരിയെ നേരിൽ കണ്ട് പിന്തുണ അറിയിച്ച് BJP ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ. കോടതി വിധിയുണ്ടായിട്ടും അത് നടപ്പിലാക്കാൻ വ്യാപാരിയെ അനുവദിക്കാത്തത് കോടതി ലംഘനമാണെന്നും വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിൽ വ്യവസായം വളരുവാൻ തടസ്സമായി നിൽക്കുന്നത് ഇടതുപക്ഷവും മാർക്സിസ്റ്റ് പാർട്ടിയുമാണെന്നും വേണുഗോപാൽ ആരോപിച്ചു. കുളപ്പുള്ളിയിൽ ഒരു ചെറുകിട വ്യാപാരി നടത്തുന്ന സ്ഥാപനം അടച്ചുപൂട്ടേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ, പ്രത്യേകിച്ച് ഈ കുളപ്പുള്ളിയിലെ CITUവിൻ്റെ പ്രവർത്തനം എത്തിച്ചിരിക്കുകയാണ്. കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്വയമായിട്ട് ഭീഷണി ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ ഇറക്കാനും കയറ്റാനും കഴിയുമെന്നിരിക്കെ ആ കോടതി വിധി ധിക്കരിച്ചുകൊണ്ട് ഈ കട നടത്താൻ സമ്മതിക്കാത്തൊരു സ്ഥിതിവിശേഷമാണ് കുളപ്പുള്ളിയിൽ നിലനിൽക്കുന്നത്. ഇത് കോടതി വിധിയോടുള്ള അനാദരവാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ വ്യവസായം വളരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഇടതുപക്ഷം, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, അവരുടെ തൊഴിലാളി യൂണിയനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് ജയപ്രകാശിന്റെ സ്ഥാപനത്തിലെത്തിയാണ് ജയപ്രകാശിനും വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുളപ്പള്ളി യൂണിറ്റിനും ഐക്യദാർഢ്യം അറിയിച്ചത്. മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത്, ഷൊർണൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് EP നന്ദകുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി A ഗോപകുമാർ, ഏരിയ പ്രസിഡന്റ് മനോജ് ആറാണി, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി KT രവിദാസ് എന്നിവർ ജില്ലാ പ്രസിഡന്റിനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിയംകുളം കോതകൃഷി റോഡിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. കോതയൂർ വായനശാലയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. പത്തംകുളം സ്വദേശിയായ 32 വയസ്സുള്ള രഞ്ജിത്താണ് മരിച്ചത്. കോതയൂർ വായനശാലയ്ക്ക് സമീപം പുലർച്ചെ 2 മണിയോടെയാണ് അപകടം നടന്നത്. ആംബുലൻസിൽ ഉടനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചളവറ ചേറമ്പറ്റ പൂരാഘോഷത്തിന്റെ പ്രാദേശിക വേലാഘോഷത്തിന്റെ മുന്നൊരുക്കങ്ങളിലെല്ലാം ഇന്നലെ അപകടത്തിന് തൊട്ടു മുമ്പ് വരെ സജീവമായി ഉണ്ടായിരുന്നതാണ് യുവാവ്. ഇത് കഴിഞ്ഞ് തിരികെ വാണിയംകുളം ഭാഗത്തേക്ക് വരുന്നതിനിടെയാണ് അപകടം നടന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ CITU ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെയും ക്ഷേമനിധി ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷേമനിധി ക്യാമ്പ് സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SG മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളിക്ക് വേണ്ടിയുള്ള ക്ഷേമനിധി തൊഴിലാളി കാരണം എന്താണ് ക്ഷേമനിധി ഇത്ര പരിഷ്കരിച്ചിരുന്നില്ല. ഇതിന് മുമ്പ് ഒരു ക്ഷേമനിധി ഉണ്ടായിരുന്നു. അന്ന് ഇത്രയും ആനുകൂല്യങ്ങൾ ആ കാലത്ത് നമ്മുടെ ഫാമിലി പോലും ശാസ്ത്രം നടത്തി. ആ സമയത്ത് ഞാനും ഓഫീസിൽ പോയി നിന്ന് ഏകദേശം 130ഓളം തൊഴിലാളികൾ ഷൊർണൂരിൽ ഗവൺമെന്റ്. ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ മുനിസിപ്പൽ കമ്മിറ്റി അംഗം ശിവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡിവിഷൻ കമ്മിറ്റി അംഗം രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കമ്മിറ്റി അംഗം V ശ്രീജിത്ത്, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ പ്രകാശൻ, ഷിബു, ഹരിനാരായണൻ എന്നിവർ സംസാരിച്ചു. ട്രഷറർ സന്തോഷ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി നിള ഹോസ്പിറ്റൽ മുതൽ കുളപ്പുള്ളി IPT വരെയുള്ള റോഡിന്റെ BC വർക്കുകൾ ആരംഭിച്ചു. ഗതാഗതം നിരോധിച്ചുകൊണ്ടാണ് പ്രവർത്തികൾ നടത്തുന്നത്.
മാർച്ച് 23 രാത്രി 12 മണി വരെയാണ് ഗതാഗത നിരോധനം. നിള ഹോസ്പിറ്റൽ ഷൊർണൂർ IPT റോഡിൽ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ഭാഗമായി ഓങ്ങല്ലൂർ മുതൽ കൽപ്പക പള്ളി വരെയുള്ള ഭാഗത്ത് ടാറിംഗ് നടക്കുന്നതിനാൽ മാർച്ച് 22 പുലർച്ചെ 5 മണി മുതൽ മാർച്ച് 23 രാത്രി 12 മണി വരെ ഗതാഗതം നിരോധിച്ചു. പാലക്കാട് ഭാഗത്തു നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ വാണിയംകുളത്തു നിന്നും വലത്തേക്ക് തിരിഞ്ഞ് വല്ലപ്പുഴ വഴി പട്ടാമ്പിയിലേക്കും തിരിച്ചും പോകേണ്ടതാണ്. പാലക്കാട് ഭാഗത്തു നിന്നും ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ചെറുതുരുത്തി കൂട്ടുപാത വഴിയും തിരിച്ചും പോകേണ്ടതാണെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കോങ്ങാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മാരുതി ഇക്കോവാൻ ആരോഗ്യ കേന്ദ്രത്തിന് സമർപ്പിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മുണ്ടൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷീബ കണ്ണൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ആർ മൈനാവതി, കോങ്ങാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KT ശശിധരൻ, ഹെൽത്ത് സൂപ്പർവൈസർ സിസിമോൻ തോമസ്, ജില്ലാ പാലിയേറ്റീവ് കോർഡിനേറ്റർ കൃഷ്ണപ്രിയ, ആശുപത്രിക്ക് പാലിയേറ്റീവ് വാഹനത്തിന് ശ്രമിച്ച മാതൃഭൂമി കോങ്ങാട് ലേഖകൻ അജിത് എഴക്കാട്, ഹെൽത്ത് ഇൻസ്പെക്ടർ M പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കോങ്ങാട്, കേരളശ്ശേരി, മുണ്ടൂർ, മണ്ണൂർ പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കാണ് വാഹനം ഉപയോഗിക്കുക. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും പട്ടാമ്പി സ്വദേശിയുമായ മുരളീധരൻ വേളേരിമഠം സംസ്ഥാന വനമിത്ര പുരസ്കാരം ഏറ്റുവാങ്ങി. 25,000 രൂപ ക്യാഷ് അവാർഡും മൊമന്റോയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വഴുതക്കാട് വനശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി AK ശശീന്ദ്രനാണ് പുരസ്കാരം വിതരണം ചെയ്തത്. MLA ആന്റണി രാജു, ഡോക്ടർ P പുകയേഴന്തി, സിനിമാ താരം ടൊവിനോ തോമസ്, ഡോക്ടർ N അനിൽകുമാർ, ഡോക്ടർ L ചന്ദ്രശേഖരൻ, അഡ്വക്കേറ്റ് രാഗി രവികുമാർ, വാർഡ് കൗൺസിലർമാർ, മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമുയർത്തി ഇഫ്താർ വിരുന്നൊരുക്കി ഷൊർണൂർ BEM LP സ്കൂൾ. ഇഫ്താർ വിരുന്നിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. ഏത്തപ്പഴം, തണ്ണിമത്തൻ, മുന്തിരി, ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ, എണ്ണപ്പലഹാരങ്ങൾ, മധുരപലഹാരങ്ങൾ, പൊറോട്ട, കോഴിക്കറി തുടങ്ങിയ വിഭവസമൃദ്ധമായ ഇഫ്താറാണ് ഒരുക്കിയത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു BT, വാർഡ് കൗൺസിലർ ഹസീന അഷ്റഫ്, ലോക്കൽ മാനേജർ റവറൻ ഷിനു അബ്രഹാം, ഷൊർണൂർ BRC CRCC ദിവ്യ P തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. SYS ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. TP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സലാഹുദ്ദീൻ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. സൈനുലാബുദ്ദീൻ, നൌഷാദ് ലക്കടി, ഹംസ ലത്തീഫി, ഹംസ ഫൈസി, അഷ്കർ, മുത്തലിബ് മൗലവി, മജീദ് ഫൈസി, കുഞ്ഞി മുഹമ്മദ് ഹാജി, ജബ്ബാർ മങ്കര, PM യൂസഫ്, റഫീഖ് ലക്കടി, ശംസുദ്ദീൻ മുസ്ലിയാർ, PM ഹസൻകുട്ടി, CV ഇസ്മായിൽ, PK സുലൈമാൻ, KM അബ്ദുൽ ഹക്കീം, കുട്ടി മാസ്റ്റർ, റഫീഖ് മണ്ണൂർ, ദാവൂദ്, PM ഹംസ, നൌഷാദ്, സുലൈമാൻ എന്നിവർ സംസാരിച്ചു. കോടതി അവരെ ശിക്ഷിക്കുക. ഒരു മഹല്ല് കമ്മിറ്റി തീരുമാനിക്കുമ്പോൾ MDMA-ക്കാർക്ക് ശിക്ഷ, കഞ്ചാവർക്ക് ശിക്ഷ, വിദേശ മദ്യം കുടിച്ചാലും ശിക്ഷല്ല, അത് വിറ്റാലും ശിക്ഷല്ല, ഒന്നും ശിക്ഷല്ല. അവരെ മഹലൊന്ന് പുറത്താക്കുമോ? അല്ല, ഈ തീരുമാനമെടുത്ത മഹല്ലുകാർക്ക് കള്ള് കുടിച്ചവനെ പുറത്താക്കാൻ കഴിയോ? വിദേശ മദ്യം ഉപയോഗിച്ചവനെ പുറത്താക്കാൻ കഴിയോ? ഇനി പോലീസ് ശിക്ഷിച്ചതിന്റെ പേരിലാണ് പുറത്താക്കുന്നതെങ്കിൽ ഒരു MDMA-യുടെ പേരിൽ ശിക്ഷ മാത്രമല്ലല്ലോ, ഒരാള് കളവ് നടത്തി, മോഷണം നടത്തി, അതിന്റെ പേരിൽ പോലീസ് ശിക്ഷിച്ചു, ജയിലിലടച്ചു, അവനെ മഹലൊന്ന് പുറത്താക്കുമോ? ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പെരുമ്പിലാവിൽ റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന കൊലപാതക കേസിൽ മുഖ്യ സൂത്രധാരൻ ലിഷോയ് പോലീസിന്റെ പിടിയിൽ. ഇതോടെ കേസുമായി ബന്ധപ്പെട്ട 4 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തിരിപ്പാല മുക്കുപണ്ട പണയ തട്ടിപ്പ് കേസിൽ ബാങ്ക് ജീവനക്കാരനും പ്രാദേശിക CPIM നേതാവുമടക്കം 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ഒളിവിലായിരുന്ന 7 പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ
എലപ്പുള്ളി ബ്രൂവറിക്കെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മത്ത് നടത്തുന്ന 100-ദിന ഉപവാസ സമരം ആരംഭിച്ചു. നിരവധി കേസുകൾ നേരിടുന്ന കമ്പനിക്ക് അനുമതി നൽകിയത് അഴിമതിയാണെന്നും മാജേഷ് മാത്യു. കുളപ്പുള്ളിയിൽ ചെറുകിട വ്യാപാരി CITUവിന്റെ അനാവശ്യ സമരം മൂലം അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ. കോടതി വിധി വ്യാപാരിക്ക് അനുകൂലമായിട്ടും അത് നടപ്പിലാക്കാൻ വ്യാപാരിയെ അനുവദിക്കാത്തത് കോടതി ലംഘനമാണെന്നും വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിൽ വ്യവസായം വളരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഇടതുപക്ഷവും മാർക്സിസ്റ്റ് പാർട്ടിയുമാണെന്നും വേണുഗോപാൽ ആരോപിച്ചു. വാണിയംകുളം കോതകൃഷി റോഡിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് പത്തംകുളം സ്വദേശി 32 വയസ്സുള്ള രഞ്ജിത്ത്. അപകടം ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.